നമ്മളോടുള്ളത് ഒരു വ്യത്യസ്തനായിട്ടുള്ള അതിഥിയാണ്. കേരളത്തിലെ ഫാഷൻ ഈവൻസിൻ്റെ മുൻനിരക്കാരായ എക്സ്പ്രഷൻ മീഡിയയുടെ ചെയർമാനും കേരളത്തിലെ ഏറ്റവും വലിയ ഫാഷൻ മോഡലിംഗ് അസോസിയേഷനായ IMFയുടെ പ്രസിഡന്റുമായ ശ്രീ പിന്റോ എക്സ്പ്രഷൻസ്. ഇന്ന് അദ്ദേഹം വന്നിട്ടുള്ളത് ഈ മാസം 30-ന് തൃശ്ശൂർ ഹയ്യാത്തിൽ നടക്കുന്ന മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഷോയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. ഹലോ ചേട്ടാ. നമസ്കാരം. ഫാഷൻ മോഡലിംഗ് ഈവന്റ് രംഗത്തെ മുൻനിരക്കാരാണ് എക്സ്പ്രഷൻ മീഡിയ. അപ്പോൾ എങ്ങനെയാണ് ഈ രംഗത്തേക്കുള്ള ചുവടുവെപ്പ്? അപ്പോൾ നമ്മുടെ കമ്പനി എക്സ്പ്രഷൻസ് മീഡിയ 1998 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് എക്സ്പ്രഷൻസ് മീഡിയയുടെ ഫാഷൻ അല്ലെങ്കിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മളൊന്നും ചെയ്തിരുന്നില്ല. അന്ന് പ്രമോഷൻസും ഇവൻറ്റ്സും മാത്രമാണ് അന്ന് ചെയ്തിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രമോഷൻ ഇവൻറ്റ് കമ്പനിയിൽ നിന്ന് നമ്മൾ 2005 മുതലാണ് ഈ ഫാഷൻ മോഡലിംഗ് ഇവൻറ്റ്സൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് നമ്മളുടെ മാളുകളൊക്കെ കുറച്ചധികം വന്നിരുന്നു. അപ്പോൾ ഓൾ കേരള മാളുകളിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോസ് നമ്മൾ ചെയ്തു തുടങ്ങി. അതിനുശേഷം 2015 എക്സ്പ്രഷൻസ് മീഡിയ ഓൺ പ്രൊഡക്ഷനിൽ സ്വന്തമായിട്ട് ഇവൻറ്റുകൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് കേരളത്തിലെ ഒരുപാട് ക്ലയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇവൻറ്റുകൾക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഡിസൈനർ ഷോസ്, പെജൻസ് അങ്ങനെ തുടങ്ങി ഇന്ന് എക്സ്പ്രഷൻസ് മീഡിയയ്ക്ക് ഒരു കൊല്ലം 12 ഇവൻറ്റുകളോ നമ്മൾ ചെയ്യും. അതാണ് എക്സ്പ്രഷൻസ് മീഡിയയുടെ തുടക്കത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ ഫാഷൻ ആൻഡ് മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് സാധാരണക്കാർക്ക് എൻ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുത്തിട്ടുള്ള കമ്പനിയും എക്സ്പ്രഷൻസ് മീഡിയയാണ്. മുന്നേ ഒരു 5'8" അല്ലെങ്കിൽ 5'9", 6 അടിക്ക് ഹൈറ്റ് ഉണ്ടായിരുന്ന മോഡൽസിൽ നിന്ന് ഇന്നത്തെ സാധാരണക്കാർക്ക് മോഡലിംഗ് ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ വരാനുള്ള സൗകര്യങ്ങൾ എക്സ്പ്രഷൻസ് മീഡിയയുടെ ഷോയിലൂടെ ഒരുപാട് ലഭിക്കുന്നുണ്ട്. ഇന്ന് എക്സ്പ്രഷൻസ് മീഡിയ പോലെ ഒരുപാട് കമ്പനീസ് ഈ ഫാഷൻ ആൻഡ് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ചുവടുവെപ്പും ഇതുവരെയുള്ള ചെറിയ യാത്രയും. മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിന്റെ സീസൺ 8 ആണ് നടക്കാൻ പോകുന്നത്. അതെ. അപ്പോൾ എന്താണ് മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ? അതായത് മിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളും മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളുമാണ്. അതായത് മിസ്സിലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളെ നമ്മൾ കണ്ടെത്തുന്നു, മിസ്സിസിലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളെ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്, അതുപോലെ ബിസിനസ് സ്ത്രീകളൊക്കെ അവർക്കൊക്കെ ഒരുപാട് അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടാവും. അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് സെലിബ്രിറ്റി എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവരും മനസ്സിലുള്ളൊരു സ്വപ്നമാണ് അല്ലേ? അപ്പോൾ ആ സംഭവത്തിൽ അവർക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഇതിൻ്റെ മലയാളി കൾച്ചറിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഷോയുടെ പേര് മലയാളി മങ്ക ഐശ്വര്യ റാണി എന്നായിരുന്നു. അതായത് മലയാളി മങ്ക കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെയും കല്യാണം കഴിയാത്തവർക്കായിട്ട് ഐശ്വര്യ റാണിയായിരുന്നു. ആ സീസൺ നടത്തിയിരുന്നത് ഇന്നത്തെ ജിജു ഇമ്മാനുവലിൻ്റെ ഓണറായിട്ടുള്ള ജിജു സാറാണ് അത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. അന്ന് അത് കൈരളി ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ആ കൈരളി ടെലികാസ്റ്റ് ചെയ്ത പേരാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. പിന്നെ ഇത് നടന്നിരുന്നത് എല്ലാ കണ്ടസ്റ്റൻസും കേരളത്തിലത്തെ പല ജില്ലകളിൽ നിന്നാണ് വന്നിരുന്നത്. അതാണ് കേരളം. അപ്പോൾ കൈരളി ടെലികാസ്റ്റ് ചെയ്ത ഷോയുടെ പേര് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം കേരളയിൽ നിന്ന് മിസ്സും മിസ്സിസിനെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതാണ് മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിൻ്റെ പങ്കെടുക്കാനുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ എന്താണ്? ഈ മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നമ്മൾ പറഞ്ഞു ശരിക്കും 2017 ഈ ഫസ്റ്റ് ഇവൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ആ കൊല്ലത്തെ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് പ്രിയ പി വാര്യറാണ്. അന്ന് ഈ ഷോയുടെ പേര് മലയാളി മങ്ക ഐശ്വര്യ റാണി എന്നായിരുന്നു. ജിജു ഇമ്മാനുവലായിരുന്നു ഈ ഷോ മൊത്തമായിട്ട് അന്ന് കോർഡിനേറ്റ് ചെയ്തും സ്പോൺസർ ചെയ്യുകയും ചെയ്തിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഇയർ, അതായത് 2018 ഈ ഷോ ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നു. എക്സ്പ്രഷൻസ് മീഡിയ ചെയ്യുന്നു, ജിജു ഇമ്മാനുവൽ തന്നെ അത് നോക്കുന്നു എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ആൾ ബിസിനസ്സിൻ്റെ ഭയങ്കര തിരക്കായിരുന്ന കാരണം ആ ഷോ നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ നമ്മളത് മാറ്റാതെ അവിടെ നിന്ന് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക ചെയ്തത്. മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിസ്സിൻ്റെ ഏജ് കാറ്റഗറി വരുന്നത് 16 വയസ്സും അതുപോലെ മിസ്സിസിൻ്റെ ഏജ് കാറ്റഗറി വരുന്നത് 18 വയസ്സ് തൊട്ട് വേണം. പക്ഷേ കല്യാണം കഴിഞ്ഞ ആളായിരിക്കണം മിസ്സിസിൽ. അപ്പോൾ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് അവരുടെ മാക്സിമം അവർ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനും അവരുടെ കോൺഫിഡൻസ് വളർത്താനും അവർക്ക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടി എക്സ്പ്രഷൻസ് മീഡിയ സ്ഥിരമായി നടത്തുന്ന ഷോയാണ് മിസ് ആൻഡ് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഓഡീഷൻ തൊട്ട് ഓൾ കേരള നടക്കുന്ന എല്ലാ പരിപാടികളിലും ഈ ലേഡീസിന് കോൺഫിഡൻസും അവരുടെ ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് മൊത്തമായി ചെയ്തു വരുന്നത്. ഇതിൽ നിന്ന് വിന്നറാവുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് സുഖമായി ആങ്കറിങ് ചെയ്യാം, ഒരു സീരിയലിൽ അഭിനയിക്കാം,
ഒരു സിനിമയിൽ അഭിനയിക്കാം. കാരണം അവർ സ്റ്റേജ് ഫേസ് ചെയ്യാനുള്ള പേടി അവർക്ക് പോയിട്ടുണ്ടാവും. ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇതൊരു സൗന്ദര്യ മത്സരത്തിന് പുറമെ ഒരു സ്ത്രീക്ക് എങ്ങനെ സോഷ്യലി ഫേസ് ചെയ്യാന്നുള്ള ഒരു ട്രെയിനിങ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഷോയിൽ നടക്കുന്നത്. അത് മുന്നുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ മുന്നത്തെ പല കണ്ടസ്റ്റൻസും സിനിമ, സീരിയൽ തുടങ്ങി ആങ്കറിങ്, അതുപോലെ എയർലൈൻസിൽ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും.